അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ്, ജനാബത്തുകാരനായിരിക്കെ കുളിക്കാതെ നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നോമ്പെടുക്കാൻ കുളിക്കൽ അനിവാര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ് ഇതിൻ്റെ കാരണം. യാഥാർത്ഥ്യം എന്താണ്? കുളിക്കാതെ നോമ്പെടുക്കാൻ പറ്റുമോ? സുബഹി അതിൻ്റെ മുൻപ്, സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുൻപ് വേണമല്ലോ നിയ്യത്ത് വെക്കാൻ. കുളിക്കാതെ നിയ്യത്ത് വെച്ചാൽ നിയ്യത്ത് ശരിയാകുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും വരാറുണ്ട്. ചില ആളുകൾക്കെങ്കിലും ഉള്ള ഒരു സംശയമാണ് പിന്നെ എപ്പോഴാണ് കുളിക്കേണ്ടത് എന്നുള്ളത്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ജനാബത്തുകാരന് കുളിക്കുന്നതിൻ്റെ മുൻപ് നോമ്പെടുക്കാൻ പറ്റും, നോമ്പ് ശരിയാകുന്നതാണ്. അതോടൊപ്പം തന്നെ എപ്പോഴാണ് കുളിക്കേണ്ടത്? കുളിക്കൽ ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ഒരു ദിനത്തിൽ നിർബന്ധമായ കാര്യമാണല്ലോ സുബഹി നിസ്കാരം. അപ്പോൾ സുബഹി നിസ്കാരം അനുഷ്ഠിക്കുന്നതിന് അയാൾ അശുദ്ധിയിൽ നിന്ന്, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ നിർബന്ധമാണ് എന്ന നിലക്ക് അയാൾ സുബഹി നഷ്ടപ്പെടുന്നതിൻ്റെ, ഖളാ ആകുന്നതിൻ്റെ മുൻപ് കുളിക്കുകയും നിസ്കരിക്കുകയും ചെയ്യണം, നിർബന്ധമാണ്. ഇനി ഒരാള് 10 മണിക്കാണ് കുളിക്കുന്നതെങ്കിൽ അയാളുടെ നോമ്പിനെ അതൊരിക്കലും ബാധിക്കുകയില്ല, അയാളുടെ നോമ്പ് ശരിയാകും. പക്ഷേ അയാൾ സുബഹി നിസ്കാരം നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറ്റം, അതിൻ്റെ ഒരു ശിക്ഷ അയാൾക്ക് രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ കുളിക്കുക എപ്പോൾ ആണ് എന്നുള്ളതിലല്ല കാര്യം, നോമ്പെടുത്താൽ ശരിയാകും. പിന്നെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും കുളിക്കണമല്ലോ, അപ്പോൾ കുളിക്കുകയും വേണം. ഇനി ഒരാൾ 10 മണിക്ക് അല്ലെങ്കിൽ ഉച്ചക്ക് മുൻപായിട്ട് കുളിച്ചു, ഉച്ചക്ക് ശേഷം കുളിച്ചാലും ഒന്നും കുളിയും നോമ്പിന്റെ നീയത്തോ നോമ്പുമായോ ഒരു ബന്ധവുമില്ല. ജനാബത്തുകാരന്റെ നോമ്പിന്റെ നീയത്ത് ശരിയാകും എന്നുള്ളതാണ് ഇതിന്റെ കാരണം. പല ആളുകളും ഇങ്ങനെ സംശയം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് ഇടാനുണ്ടായ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ, നോമ്പനുഷ്ഠിക്കാൻ, നിസ്കരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വസ്വാസുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ റമളാനിനെ അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. പ്രത്യേകം നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.